ചേട്ടാ നമസ്കാരം. നമസ്കാരം. അറബ് നാറ്റോ ആണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ചർച്ചാ വിഷയം. നമ്മൾ ഈ അറബ് നാറ്റോയെ കുറിച്ച് സംസാരിച്ചതാണ്. അറബ് നാറ്റോ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്, ഇവർക്ക് എത്രത്തോളം പവർ ഉണ്ടെന്നൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അതിനുശേഷം പാകിസ്ഥാനും സൗദി അറേബ്യയും കൂടെ ചേർന്ന് ഒരു പാക് നാറ്റോ രൂപീകരിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. 80ഓളം രാജ്യങ്ങൾ അറബ് നാറ്റോയിലുണ്ട്. പാകിസ്ഥാൻ മാത്രമാണ് ആണവ ശക്തിയുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ സൗദി അറേബ്യയുടെ അടുത്ത് പോയി പാക് നാറ്റോ രൂപീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തി. ഇതെല്ലാം കണ്ട് ട്രംപ് അപ്പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇവർ ഈ രൂപീകരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇസ്രായേൽ അവിടേക്ക് അടിച്ചതാണ് ഖത്തറിലേക്ക്. കാരണം ഇപ്പോൾ ഈ രാജ്യങ്ങൾക്കെല്ലാം അമേരിക്കയുമായിട്ടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ട്രംപ് ഈ അറബ് നാറ്റോയുമായി ഒരു രഹസ്യ ചർച്ച അവിടെ നടത്തുന്നുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. പാകിസ്ഥാൻ ഉണ്ട് അതിന്റെ കൂട്ടത്തിൽ. എല്ലാത്തിനും ചാടിത്തുള്ളി പോകുന്നുണ്ട് കേട്ടോ പാകിസ്ഥാൻ. എല്ലാത്തിന്റെ കൂട്ടത്തിലും ചാടിത്തുള്ളി പോകുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു അവസാനം എന്തെങ്കിലും ഒരു അടി വരുമ്പം ഈ പഞ്ചിങ് ബാഗായിട്ട് പാകിസ്ഥാനെ ഫ്രണ്ടിൽ നിർത്തി കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും തല്ലിയിട്ട് പോകാം. നമ്മുടെ അറബ് നാറ്റോയുടെ പ്രതിനിധിയായിട്ട് തല്ല് കൊള്ളാനുള്ള ഒരു പ്രതിനിധിയായിട്ട് പാകിസ്ഥാനെ നിർത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വല്ലാത്ത കഷ്ടത്തിലോട്ട് പോകും എന്നാണ് സൂചനകളൊക്കെ മനസ്സിലാവുന്നത്. ഈ പാക് നാറ്റോയുടെ ആയിട്ട് ബന്ധപ്പെട്ട വച്ച കരാറിലും പാകിസ്ഥാനെ അടിയിട്ടാനുള്ള എല്ലാ വകുപ്പും അതിനകത്ത് സൗദി അറേബ്യ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ച് അവിടെയുള്ള മുഹമ്മദ് ബിൻ സൽമാൻ ഒരു ഉമ്മയും കൊടുത്തിട്ടാണ് ഷഹബാസ് ഷരീഫ് തിരിച്ചു വന്നത്. അയാൾക്ക് മനസ്സിലായോ ഇല്ലയെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോ ഈ അറബ് നാറ്റോയുമായി ഒരു ചർച്ച ഡൊണാൾഡ് ട്രംപ് രഹസ്യ ചർച്ച നടത്തുന്നു. എന്താണ് അവിടെ ചർച്ച നടത്തിയത് ഡൊണാൾഡ് ട്രംപ്? എന്താണ് തോന്നുന്നത്? അത് ചോദിക്കാൻ കാരണം അതിനുശേഷം ഇസ്രായേലുമായി ഒരു ചർച്ച ട്രംപ് നടത്തുന്നുണ്ടായിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു USA എത്തുന്നു. അറബ് നാറ്റോയ്ക്ക് പിന്നാലെ ഇസ്രായേലുമായിട്ട്. അറബ് നാറ്റോയോട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇസ്രായേലിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിനോട് ചിലപ്പോൾ ട്രംപ് പറയാൻ പോകുന്നത് കയറി അടിച്ചോ ഒന്നും നോക്കണ്ട എന്നായിരിക്കും. ട്രംപിന്റെ സ്വഭാവം ഒന്നും പറയാൻ പറ്റില്ല. എന്താണ് നടക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ രഹസ്യമായിട്ടാണ് ഈ ഒരു കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്തിരുന്നത്, നടന്നിട്ടില്ല. അതെ. അപ്പോ എല്ലാ രാജ്യങ്ങൾക്കും ഖത്തർ, സൗദി, UAE, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഒരു നിർദ്ദേശം പോയിരുന്നു. രഹസ്യമായ ഒരു അത്താഴ വിരുന്നിനാണ് ക്ഷണിക്കുന്നത്, പരസ്യമായിട്ട്. രഹസ്യമായിട്ട് ഈ കൂടിക്കാഴ്ച പറഞ്ഞിരുന്നു. അപ്പൊ ഈ പാകിസ്ഥാനെ ആ കൂട്ടത്തില് ഈ തുർക്കിയുണ്ട്, തുർക്കിയെയും വിളിച്ചിട്ടുണ്ട്. തുർക്കി കാരണം ഇസ്രായേൽ അടുത്ത് കൈവെക്കാൻ പോകുന്ന ഒരു രാജ്യമായതുകൊണ്ടാകാം, ഏതായാലും തുർക്കിയെയും വിളിച്ചിട്ടുണ്ട് അതിനകത്ത്. ഇവരെല്ലാം വിളിച്ചു കൂട്ടുന്നുണ്ട്. ആ കൂട്ടത്തിൽ പാകിസ്ഥാനെയും വിളിച്ചു. ഷഹബാസ് ഷെരീഫ് അത് വലിയൊരു ക്രെഡിറ്റായി എടുത്തുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഞാനും ട്രംപും തമ്മിൽ ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചൊരു രഹസ്യ കൂടിക്കാഴ്ച നടത്താനായിട്ട്. അങ്ങനെയാണ് പുറം ലോകം അറിയുന്നത്. ഞാൻ മാത്രമല്ല, ഖത്തറുണ്ട്, തുർക്കിയുണ്ട്, എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെയൊക്കെ പേര് പുള്ളി പറഞ്ഞു. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ഏത് രാജ്യം എന്തെങ്കിലും പറഞ്ഞാലും അതൊരു വലിയ വാർത്തയാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവരുടെ ഒരു ക്രെഡിറ്റ് ആയിട്ട് കണ്ടിട്ടാണ് ഷഹബാസ് ഷെരീഫ് ഇത് പുറത്ത് പറഞ്ഞത്. പക്ഷേ ഈ അതോടുകൂടി അന്തർദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ വാർത്തയാക്കി മാറ്റുകയും ചെയ്തു. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് 6 ദിവസത്തിന് ശേഷം ഇസ്രയേലുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തും ട്രംപ്. ഇതേപോലെ ഒരു രഹസ്യ കൂടിക്കാഴ്ച എന്നുള്ളതാണ് വാർത്തയിൽ നിറയുന്നൊരു കാര്യം. ഇപ്പോൾ ഈ അറബ് നാറ്റോ വരുമ്പോൾ പലരും പറയുന്നത് അമേരിക്കയാണ് ഇതിന്റെ പിന്നിൽ. അമേരിക്ക ഒന്നുമല്ല അതിന്റെ പിന്നിൽ എന്ന് ഒറ്റ നടത്തിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം ഇത് ആത്യന്തികമായി ഭവിഷ്യത്തായി മാറുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ ഒരു വലങ്കൈയായിട്ട് നിൽക്കുന്ന രാജ്യമാണ് ഈ ഗൾഫ് കൺട്രീസ് എല്ലാം, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് കൺട്രീസ് എല്ലാം തന്നെ. ഖത്തർ എന്ന് പറയുമ്പോൾ അവരുടെ നോൺ അലയൻസിൽ വരുന്ന നാറ്റോ സഖ്യത്തിന് തുല്യമായി തന്നെ ഇസ്രായേലിനെ പോലെ പരിഗണിക്കേണ്ടതാണ്. ഇസ്രായേൽ നാറ്റോയിൽ അല്ലെങ്കിൽ പോലും ഇസ്രായേലിനെ പോലെ പരിഗണിക്കേണ്ട ഒരു രാജ്യമാണ് ഈ ഖത്തർ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇതിനകത്ത് അവരേതെങ്കിലും ഒരു സാമ്പത്തിക ഉപരോധം അത് ഇസ്രായേലിന് നേർക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിന് നേർക്കോ ഒക്കെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ അതിൻ്റെ ഒരു തിക്തഫലം അനുഭവിക്കേണ്ടി വരിക ഈ പറയുന്ന അമേരിക്കൻസ് ആയിരിക്കും. ഇപ്പം നമ്മളെ ഭയപ്പെടുത്തുന്നത് ഈ അമേരിക്കൻ അനുകൂലികൾ, ട്രംപ് അനുകൂലികൾ നമ്മളെ ഭയപ്പെടുത്തുന്നത് ഇന്ത്യക്കാരെ മുഴുവൻ ഗൾഫിൽ നിന്ന് പറഞ്ഞു വിടും എന്നുള്ളതാണ്. മുമ്പും നമ്മളെ പ്രവാസികളെ അവിടുന്ന് തദ്ദേശീയർക്ക് ജോലി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ വിട്ടിരുന്നു. പക്ഷേ അത് ഒരു പ്രാക്ടിക്കലായിട്ട് ഗൾഫ് രാജ്യങ്ങൾ ഇനി എടുക്കാൻ സാധ്യതകൾ കൂടുതലും ഇല്ല എന്ന് വേണം നമ്മൾ കണക്ക് കൂട്ടാൻ. അതിനൊരു സാധ്യത നിലവിലില്ല. അതുമാത്രമല്ല, ഇന്ത്യയുമായി നല്ലൊരു ട്രേഡിംഗ് റിലേഷൻസ് ഉണ്ട്, മറ്റു പല ബന്ധങ്ങളുണ്ട്, സൈനികപരമായിട്ട് ചില ആയുധങ്ങളുമായിട്ടുള്ള ചില കരാറുകളുണ്ട്. പഴയതുപോലെയല്ല സൗദിയും ഇല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് കൺട്രീസുകളൊന്നും. അവർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. അതിൽ നിന്ന് അല്പമെങ്കിലൊക്കെ പിന്നോട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ് ഖത്തർ. അവരും പോലും കുറച്ചുകൂടെയൊക്കെ മുന്നോക്കമായി നമുക്ക് രക്ഷപ്പെടണം എന്നൊരു ചിന്താഗതിയിലേക്ക് അവർ മുൻപോട്ട് പോയി. അതുകൊണ്ട് തന്നെ ഈ കാണുന്നിടത്തെല്ലാം കൊണ്ട് ഇപ്പൊ ഖത്തർ തലവെക്കാറുമില്ല, അഭിപ്രായം പറയാറുമില്ല. ആരെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ ചാകുന്നു മരിക്കുന്നു ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പൊക്കോട്ടെ എന്ന് കരുതി ഖത്തർ മുൻപോട്ട് പോകുമ്പോഴാണ് ഈ ഹമാസ് എടുത്ത് തോളത്ത് വെച്ചും പോയി. പണ്ടോട്ടെ അവർ വെച്ചിട്ടുള്ളതാണ് ഈ അൽഖ്വയ്ദ പോലുള്ള സംഘടനകളൊക്കെ. അപ്പം ഈ വെച്ചുപോയി താഴോട്ടിറക്കാനും വയ്യാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ ഇസ്രായേലിലൂടെ കയറി ഒരു പണി നടത്തിയിരിക്കുന്നത്. ഇനി വലുതായിട്ട് ഇവർ അതിനെ എന്റർടൈൻ ചെയ്യില്ല, പക്ഷെ ഫണ്ടും മറ്റുമൊക്കെ കൊടുക്കും. അതിനകത്ത് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്.
അപ്പൊ അവരെല്ലാവരും സ്വയം രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലാണ്. ഇവിടെയാണ് ഇപ്പോഴും ഇങ്ങനെ ഒരു സഖ്യം അവർ രൂപീകരിച്ചിരിക്കുന്നത്. പാകിസ്ഥാനുമായിട്ട് സൗദി ഉണ്ടാക്കിയ ഒരു കരാറിനകത്ത് ട്രംപിന് വലിയ വിഷമവും കാര്യങ്ങളും ഒന്നുമില്ല. അത് നാളെ അമേരിക്കയ്ക്ക് നേരെ ഒരു യുദ്ധമായി തീരുമെന്നോ ഇല്ലെങ്കിൽ അത് ഇപ്പൊ മറ്റേതെങ്കിലും രാജ്യത്തിനെതിരെ ഒരു യുദ്ധമായി തീരുമെന്നോ ഒരു രാജ്യവും പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യ അതിനകത്ത് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, സൗദി അറേബ്യ ഇപ്പോൾ ഈ കരാറിൻ പ്രകാരം നമ്മൾ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്താൽ നമ്മളെ അവർ നേരിട്ട് അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളതല്ല നമ്മൾ കണക്കൂട്ടുന്നത്. നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് എല്ലാവരും കരുതിയിരുന്നത് സൗദി അവരുടെ വിമാനങ്ങൾ, പോർവിമാനങ്ങളും മറ്റുമൊക്കെ പാകിസ്ഥാൻ സഹായത്തിനായി നൽകും. അതായത് നമ്മുടെ തുർക്കി ഡ്രോണുകളൊക്കെ നൽകിയതുപോലെ അങ്ങനെ സൗദി ചെയ്യും എന്നുള്ളതാണ് ഇന്ത്യ കരുതുന്നത്. പ്രത്യേകിച്ച് അവാക്സ് പോലെയുള്ള നിരീക്ഷണ വിമാനങ്ങൾ സൗദിക്കുണ്ട് അമേരിക്കയുടെ. അപ്പൊ അതൊക്കെ ഒരുപക്ഷെ നൽകിയേക്കാം, ഭാവിയിലാണെങ്കിലും നൽകിയേക്കാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ സൗദിയിൽ നിന്ന് പട്ടാളക്കാര് വണ്ടിയും വള്ളവും പിടിച്ച് ഇന്ത്യയുടെ ബോർഡറിൽ വന്നിട്ട് യുദ്ധം ചെയ്യുമെന്നോ അല്ലെങ്കിൽ സൗദിയിൽ ഇരുന്നിട്ട് എന്തെങ്കിലും മിസൈൽ ഇങ്ങോട്ട് വിടുമെന്നോ ആരും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സഖ്യം രൂപീകരിക്കുമ്പോൾ ഈ രഹസ്യ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് തന്നെ ഇതിന്റെ കടിഞ്ഞാൺ കിട്ടുമോ എന്നറിയാനായിരിക്കും ആദ്യം ട്രംപ് ശ്രമിക്കുക. ഈ അറബ് നാറ്റോയുടെ കടിഞ്ഞാൺ എൻ്റെ കയ്യിൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ശ്രമം നടത്തും. രണ്ടാമത്തെ, ഇവര് മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഡിമാൻഡ്, ഈ ഇപ്പൊ കൂടിക്കാഴ്ചയ്ക്ക് പോകുന്ന ഖത്തർ ഭരണാധികാരി ആയാലും മറ്റു ഭരണാധികാരികളും കൂടിക്കാഴ്ചയ്ക്ക് മുൻപോട്ട് വെക്കുന്ന അവരുടെ പ്രഥമമായ ഡിമാൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗസ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ സ്വതന്ത്ര പാലസ്തീൻ ഇപ്പോൾ വലിയ പിന്തുണയാണ് കിട്ടിവരുന്നത്. ഈ ട്രംപിന്റെ വാക്കുകളൊന്നും കേൾക്കാതെ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഫ്രാൻസ് അടക്കമുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ട് വന്ന് പാലസ്തീൻ രാജ്യത്തിന് സമ്പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് പ്രശ്നമാണ് ഉന്നയിക്കാനുള്ള സാധ്യത കൂടുതൽ. ഇവിടെയാണ് ധനുഷ് പറഞ്ഞ കാര്യം സംഭവിക്കുമോ എന്നുള്ളത്. ഇവര് കൂടിയിരിക്കുമ്പോൾ പറയും, ശരി ഞാനെല്ലാം പറഞ്ഞ് ഇന്ന് തന്നെ ശരിയാക്കാമെന്ന് പറയുകയും ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറയും ഒരു ദയയും വേണ്ട വാരി വലിച്ചിട്ടോ എന്ന് പറയുകയും ചെയ്യുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. ഏതായാലും ബെഞ്ചമിൻ നെതന്യാഹു അത് കേൾക്കാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ ഇസ്രായേൽ നിൽക്കുന്നത് ഒരു ലാസ്റ്റ് ടൈമിൽ, ഒരു ക്ലൈമാക്സ് ടൈമിലാണ്. ഇന്ന് നമ്മൾ ഇപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ കേട്ട വാർത്ത, അവിടുത്തെ ഗസയിലെ രണ്ട് പ്രധാനപ്പെട്ട ആശുപത്രി മന്ദിരങ്ങൾ തകർത്തു എന്നാണ്. തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടു. ഈ അവസ്ഥയിൽ ഒരു വെടിനിർത്തൽ എന്ന് പറഞ്ഞത് ഒരു രാജ്യവും അനുവദിക്കില്ല. കാരണം അവർ വളരെ ഏറെ മുന്നേറിക്കഴിഞ്ഞ് അതിന്റെ ഒരു ക്ലൈമാക്സിൽ എത്തി നിൽക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. അതൊരു സംഭവം കഴിയില്ല. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ ആയിരിക്കും. നമ്മൾ കയറിപ്പോയ പ്രദേശത്ത് അവിടെ നിൽക്കി അതെല്ലാം വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞതാണ് നമ്മുടെ ഭരണാധികാരികൾ പണ്ട്. അങ്ങനെയാണല്ലോ നമുക്ക് പാക് അധിനിവേശ കാശ്മീർ ഉൾപ്പെടെ നഷ്ടപ്പെടേണ്ടി വന്നത്. അപ്പം ഇല്ലെങ്കിൽ നമുക്കത്, പക്ഷെ അതുപോലെ എല്ലാവരും ചെയ്യില്ല, പ്രത്യേകിച്ച് ഇസ്രായേൽ ഒട്ടും ചെയ്യില്ല. കാരണം അവർ കാലങ്ങളായി കാത്തിരുന്ന ഒരു വലിയ സുവർണ അവസരം, അത് ഇത്രയും നാള് ഏതാണ്ട് ഒരു 2 വർഷത്തിന് മേളിലായി അവര് ഇപ്പോ 2 വർഷത്തോളം അടുക്കുന്നു അവർ ആ ഒരു വലിയ ഓപ്പറേഷൻ ഇല്ലെങ്കിൽ യുദ്ധം തന്നെ തുടങ്ങിയിട്ട്. ഇപ്പൊ അതിന് യുദ്ധം എന്നാ പറയുന്നത്. അത് തുടങ്ങിയിട്ട് അതിന്റെ അവസാന നിമിഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇനി ഇവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യാനോ ഇല്ലെങ്കിൽ ഒരു 60 ദിവസത്തേക്ക് 90 ദിവസത്തേക്ക് വെടിനിർത്തലിന് യാതൊരു സാധ്യതയും കാണുന്നില്ല. അതിപ്പോ ട്രംപ് പറഞ്ഞാലും ട്രംപ് പറഞ്ഞില്ലെങ്കിലും അതാണ് അതിനകത്ത് സംഭവിക്കുന്നത്. ഇവിടുത്തെ വിഷയം അതല്ല. ഇവർ ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ കരുതുന്ന, ഒരുപക്ഷെ എന്താണ് ചർച്ച ചെയ്യുന്ന അറിയില്ലെങ്കിൽ പോലും നമ്മൾ കരുതുന്നത്, ഇസ്രയേല് കഴിഞ്ഞ ദിവസവും പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് തുർക്കിക്കെതിരെ ഞങ്ങൾ ആക്രമണം നടത്തും. കാരണം തുർക്കി ഞങ്ങൾക്കൊരു തീരാ തലവേദന സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനിയും ഏതെങ്കിലും ഗൾഫ് കൺട്രീസിന് നേർക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുമോ ആക്രമണം നടത്തില്ല എന്നുള്ളൊരു ഉറപ്പ് അമേരിക്കയുടെ നിന്ന് വാങ്ങുക എന്നുള്ളത് തന്നെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഒരുപക്ഷെ ഈ ഉറപ്പിന് വേണ്ടി ചെല്ലുന്നവർക്ക് മുമ്പിൽ ട്രംപ് ഉറപ്പ് കൊടുക്കുകയും കൂടുതൽ എന്തെങ്കിലും ഒരു കരാർ നേടിയെടുക്കാൻ ഒരു ശ്രമം ഇക്കൂട്ടത്തിൽ നടത്തുകയും ചെയ്യുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. പിന്നെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാത്തിലും വിളിച്ച് കൂട്ടിയിരുത്തുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു ഗതിയും പരഗതിയും ഇല്ല. ആര് വിളിച്ചാലും പോകേണ്ട ഒരു സ്ഥിതിയിലാണ്. ഏത് രാജ്യം എന്ത് വെച്ച് നീട്ടിക്കഴിഞ്ഞാലും. ഇന്നിപ്പോ കേട്ട മറ്റൊരു വാർത്ത, ഈ ഇന്നലെ നമ്മൾ കൊടുത്ത ഖൈബർ പഖ്തൂൺ മേഖലയിലെ വ്യോമാക്രമണത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള ജനരോക്ഷമം അവിടെ ഉയർന്നിട്ടുണ്ട്. കാരണം ഈ തെഹ്രിക്ക് താലിബാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇമ്രാൻഖാന്റെ ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടി തെഹ്രിക്ക് താലിബാൻ അല്ല, ഇൻസാഫ് തെഹ്രിബാൻ എന്ന് പറഞ്ഞിട്ട് ഇമ്രാൻഖാന്റെ പാർട്ടിയുണ്ട്. ആ പാർട്ടിയൊക്കെ അവിടുത്തെ ഏറ്റവും കൂടുതൽ മെമ്പർമാർ ജയിച്ചിരിക്കുന്ന പ്രദേശമാണ് ഖൈബർ പഖ്തൂൺ മേഖല. അപ്പൊ അവരുമൊക്കെ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നു. അതിനിടയിൽ അവിടെ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം, കോളറയും പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നൊരു വാർത്ത. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് പണം ആവശ്യമാണ്. അതിപ്പോ സൗദി കൊടുത്താലും ഖത്തർ കൊടുത്താലും ആര് കൊടുത്താലും അതാണ്. പിന്നെ അവർ ഭയക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇപ്പോൾ അവരുടെ ബന്ധം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഖൈബർ പഖ്തൂൺ മേഖലയിൽ നടന്ന ഈ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള മുമ്പും അങ്ങനെ അവർ കയറിയിട്ടുണ്ട്. 2014 പാകിസ്ഥാന്റെ ഒരു വലിയ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെ അവർ തകർത്തിട്ടുണ്ട് ഈ താലിബാൻ ആളുകൾ.
ഭീഷണി അപ്പൊ അതുപോലെ വന്നിട്ടുണ്ട്. കയറി വരാൻ താലിബാന്റെ വന്നിട്ടുണ്ട് ആ അല്ലേ? ആ താലിബാന്റെ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനെ 2 കഷ്ണങ്ങളാക്കി പിളർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ ഏറ്റുപിടിച്ചുകൊണ്ടായിരിക്കണം ഈ തെഹരിക്ക താലിബാന്റെ ഒരു നേതാവ്, ഈ TTP എന്ന് പറയുന്ന സംഘടനയുടെ നേതാവ് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ പല കഷ്ണങ്ങളാകുമെന്ന്. അവർ അതെ പറയുന്നത് അതെ. ഇതിപ്പം ഞങ്ങളുടെ മേഖല ആയതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ബോംബിട്ടത്, എല്ലായിടത്തും ഉം. നടക്കുമോ എന്നുള്ളത്. പക്ഷെ ഇതൊരു കത്തിജ്വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് പറഞ്ഞിട്ട് ഖൈബർ പക്തൂൺ മേഖല, ബലൂച്ച് മേഖല, പഞ്ചാബ്, സിന്ധ്, ഈ ഇത്രയും ഭാഗത്ത് പ്രശ്നങ്ങൾ കിടക്കുകയാണ് ഓൾറെഡി. അവർക്ക് സപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ കിടക്കുക. അതിനെ കുറച്ചുകൂടെ വലുതാക്കാനേ ഇത് ഉപകരിക്കത്തുള്ളൂ. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഏതായാലും ഈ ഒരു രഹസ്യ ചർച്ച ഇപ്പോൾ ഒരു വലിയ പരസ്യമായി മാറിയിരിക്കുന്നു. അതിന്റെ ഒരു ടോപ്പ് ലെവലിലേക്ക് പോയിരിക്കുന്നു. ഏതായാലും ഇന്ത്യ ഇതിനെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് കാണുന്നത്. കാരണം ഈ അമേരിക്ക ഈ അറബ് നാറ്റോയുടെ ഒരു ചരട് കടിഞ്ഞാൺ എടുക്കുമോ എന്നുള്ളതാണ് ഒന്ന് ശ്രദ്ധേയമായ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചർച്ചയിൽ എന്താണ് അവിടുത്തെ ഡിസ്കഷൻ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഏതായാലും നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ഇന്ത്യയെ വിട്ടു നിൽക്കില്ല എന്ന് തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്രയും വലിയ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ പിണക്കിക്കൊണ്ട് ഒരു രാജ്യവും മുമ്പോട്ട് പോകാനുള്ള സാധ്യതകളില്ല. അതുമാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളെ പോലെയല്ല, ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമാണ് സൗദി അടക്കമുള്ളിടത്ത് ഭരണാധികാരികൾ നടത്തുന്നത്. പിന്നെ രാഷ്ട്രീയമാണ്, അനുദിനം മാറി മറിയാം. ഇപ്പോൾ തന്നെ സൗദി പറയുന്നത് തങ്ങളാ പറയുന്നത് പോലെ ഒന്നും കരാറിലൊന്നും ഇല്ല എന്നൊക്കെയാണ് സൗദി പറയുന്നത്. പക്ഷെ ഇന്ത്യ പറയുന്നത് എല്ലാം ഓർമ്മകൾ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഇന്ത്യ അതിന് കൊടുത്തിരിക്കുന്ന ഒരു മറുപടി. കാരണം എല്ലാ സഹകരണവും കാര്യങ്ങളുമൊക്കെ മനസ്സിൽ ഉണ്ടാകണം എന്ന് മാത്രമേ ഇന്ത്യ പറഞ്ഞിട്ടുള്ളൂ. സൗദി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഈ പറയുന്ന സംഭവങ്ങളൊന്നുമില്ല. ഇപ്പൊ പാകിസ്ഥാൻ മാത്രമാണ് ഈ കരാറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ചിലപ്പോൾ അങ്ങനെ ആണെങ്കിൽ കൂടി ഇങ്ങനെയാണ് അതിന്റെ അവസ്ഥ. ഏതായാലും പെട്ടെന്ന് തന്നെ ഇന്ത്യക്കെതിരെ, കാരണം നാളെ ഇപ്പോൾ അത് തന്നെയല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. യുദ്ധം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഭീകരന്മാർ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇനിയും അവർക്ക് അടി കൊടുക്കും. അടി കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ സൗദി അല്ല, തുർക്കി അല്ല, ഇനി ഏത് രാജ്യം വന്നാലും നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മൾ നോക്കിയല്ലേ പറ്റത്തുള്ളൂ. ഈവൻ ഇനി നാളെ അമേരിക്കയാണ് നമ്മുടെ എതിരെ വരുന്നെങ്കിലും നമുക്ക് ഫൈറ്റ് ചെയ്തേ പറ്റൂ. അതല്ലാതെ നമുക്കിപ്പം ഇന്ന രാജ്യം എന്തെങ്കിലും കണ്ണുരുട്ടുന്നു എന്ന് പറഞ്ഞ് ഭയക്കുന്ന ഒരു ചരിത്രം ഈ രാജ്യത്തിനില്ല. മുമ്പൊക്കെ അമേരിക്ക എന്തുമാത്രം ഉപരോധം പ്രഖ്യാപിച്ചു അതിജീവിച്ച രാജ്യമല്ലേ. അപ്പൊ ഏതായാലും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്ന മുറയ്ക്ക് ബാക്കി ഒരു ഇതുപോലെ ഒരു അനാലിസിസ് നമുക്ക് വെക്കാമെന്ന് കരുതുന്നു. ഇപ്പൊ നമുക്കുള്ളത് ഊഹാപോഹങ്ങൾ മാത്രമാണ്.